ഗുഡ് ഈവനിങ്. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UG എലക്റ്റീവ് സബ്ജക്റ്റായ ഇന്ത്യൻ നോളേജ് സിസ്റ്റം ഇന്ന് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. സെമസ്റ്റർ 4 ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. എലക്റ്റീവ് സബ്ജക്റ്റാണ്. ഇന്ത്യൻ നോളേജ് സിസ്റ്റം. ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല. വളരെ ചെറിയൊരു ബുക്കാണെങ്കിലും വായിച്ച് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതും എന്നാൽ നമുക്ക് ഒറ്റയടിക്ക് വായിച്ചു പോകാൻ പറ്റുന്നതോ ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നതോ അല്ല. അതായത് ഇന്ത്യൻ നോളേജ് സിസ്റ്റം, ഇന്ത്യയുടെ ഹിസ്റ്ററിയും ഈ നോളേജ് സിസ്റ്റവും ഒക്കെ വളരെ കാലം പഴക്കമുള്ളതും ലോകത്ത് തന്നെ ശ്രദ്ധയാകർഷിതമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതോടൊപ്പം നമ്മുടെ വേദഗ്രന്ഥങ്ങളും മറ്റുമെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മാക്സിമം ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നേക്കാം. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ കറക്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഒരു ജസ്റ്റ് നിങ്ങളെ അറിവ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. ഇതിലൊന്നാമത്തെ യൂണിറ്റ് വരുന്നത് an overview of Indian knowledge system ആണ്. ഇന്ത്യൻ നോളേജ് സിസ്റ്റം എന്താണ്? ഈ ഇന്ത്യൻ നോളേജ് സിസ്റ്റം, ഇന്ത്യൻ നോളേജ് സിസ്റ്റം encompass a vast and intricate tapestry of wisdom, philosophy, science and art that has evolved over millennia. നമ്മുടെ രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ ചരിത്രത്തിനും അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും വളരെ പഴക്കമുണ്ട്. അപ്പോൾ ഇന്നത്തെ ആധുനിക കാലത്ത് ഉള്ള പല എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയും അതിനേക്കാൾ ഭംഗിയായിട്ടും വളരെ പുരാതനമായ കാലത്ത് തന്നെ ഇന്ത്യയിൽ നോളജ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നോളജ് സിസ്റ്റം മാത്രമല്ല, വലിയ വലിയ പണ്ഡിതന്മാരും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പുറത്തു നിന്ന് പോലും പല ആളുകളും, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും പല ആളുകളും ഇന്ത്യയിലേക്ക് പഠന ആവശ്യങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ കാലത്തല്ല, പണ്ട് കാലം മുതലേ അങ്ങനെ ഉണ്ടായിരുന്നു. By exploring and understanding the depth of this knowledge system, we can give a valuable insight into our past, present and future. നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ ഇന്ത്യയുടെ പഴയകാല വിദ്യാഭ്യാസ സമ്പ്രദായവും പഴയകാല വിദ്യ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നതിനെക്കുറിച്ചും എല്ലാം ഡിസ്കസ് ചെയ്യുന്നു. അതോടൊപ്പം പുതിയ കാലത്തിലേക്ക് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നുമുണ്ട്. അപ്പം ഇന്ത്യക്കൊരു പുരാതനമായ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ട്. എന്നാൽ ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 emphasize the integration of Indian knowledge system into the curriculum. 2020 പുതിയ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിനെ നമ്മുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്താൻ ഉള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അത് പിന്നീട് അതിന് വലിയ പ്രാധാന്യം ലഭിക്കാതെ പോയി. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യം പിന്നീട് പല ആളുകളുടെയും കൈകളിൽ കൂടെയാണ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പല അറിവുകളും പല ഗ്രന്ഥങ്ങളും പല സ്മാരകങ്ങളും എല്ലാം നമുക്ക് അതിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പഴയ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. The rich heritage of ancient and eternal India knowledge thought has been guiding light for the policy. The pursuit of knowledge, ഇതിനെ ജ്ഞാൻ എന്ന് പറയും. Then wisdom, പ്രജ്ഞന and the truth, അതിന് സത്യ എന്നും പറയും. Has always been graded in Indian thought and philosophy.
ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യയുടെ തോട്ടും ഫിലോസഫിയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. മനുഷ്യന്മാർ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ചിന്തിക്കണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും എല്ലാം വിശദമായിട്ട് പറയുന്ന വിജ്ഞാന ശാഖകളും ഗ്രന്ഥങ്ങളും ഇന്ത്യയിൽ പണ്ട് മുതലേ അവൈലബിൾ ആണ്. ഇൻ ആൻഷ്യന്റ് ഇന്ത്യ, ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ വാസ് നോട്ട് മിയർലി അക്വിസിഷൻ ഓഫ് നോളജ്. നമ്മുടെ പഴയ കൺസെപ്റ്റ് അനുസരിച്ച് അറിവ് നേടുക എന്നുള്ളത് മാത്രമായിരുന്നില്ല എഡ്യൂക്കേഷൻ്റെ മെയിൻ ഉദ്ദേശം. either in this world beyond the schooling. Instead, it was focused on the complete realization and liberation of the self. ശരിക്കും നമുക്ക് തന്നെ ഒരു ഫ്രീഡം കിട്ടുക, മോക്ഷം കിട്ടുക എന്നുള്ള രൂപത്തിലുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിൽ പുരാതനമായ. അപ്പോൾ വളരെ പഴക്കമുള്ള, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലത്ത് പോലും ഇവിടെ വലിയ ഗ്രന്ഥങ്ങളും എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി കുറച്ചൊക്കെ നമുക്ക് ചരിത്രത്തിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ പല ക്ലാസ്സിലും കേട്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അത് റിനോവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ. പണ്ടുള്ള വിദ്യാഭ്യാസ രീതി അതിൽ നിന്ന് വിഭിന്നമായിട്ട് അല്ലെങ്കിൽ അതിന് കുറച്ചും കൂടെ മോഡേൺ ആയിട്ട് കുറച്ച് യൂണിവേഴ്സിറ്റികൾ തന്നെ എന്തായിട്ടുണ്ട്, സ്ഥാപിതമായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. സജാസ് തക്ഷശില, നളന്ദ, വിക്രംശില ആൻഡ് വല്ലഭി. set the highest standard for multidisciplinary teaching and research, hosting scholars and students from the diverse background and countries. അറിയപ്പെടുന്ന, ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് പുരാതന യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ തക്ഷശിലയും നളന്ദയും വിക്രംശിലയും വല്ലഭി യൂണിവേഴ്സിറ്റിയാണ്. അവിടുന്ന് ധാരാളം സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവർ ധാരാളം പഠനം നടത്തിയിട്ടുണ്ട്, റിസർച്ച് നടത്തിയിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാരെയും വിദ്യാർത്ഥികളെയും സൃഷ്ടിച്ചിട്ടുണ്ട് ഈ യൂണിവേഴ്സിറ്റികൾ. ഈ യൂണിവേഴ്സിറ്റികളൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. തക്ഷശില, ഇതിൻ്റെ ചരിത്രാവശേഷിപ്പുകൾ മാത്രമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുക. തക്ഷശില, ഇതിൻ്റെ സ്ഥലം വരുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പാകിസ്ഥാനെ വിഭജിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ റാവൽപിണ്ടിക്ക് സമീപമാണ്. അതായത് പഴയ ഗാന്ധാര ദേശത്ത്, ഇന്ത്യയിൽ തന്നെ ആയിരുന്ന ഒരു പ്രദേശത്താണ് തക്ഷശില വരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, തക്ഷശില. ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു എന്ന് മാത്രം. ഇതിൻ്റെ നിലവിൽ വന്ന ഒരു സമയം നോക്കൂ. ക്രിസ്തുവിന് മുമ്പ് 700, അതായത് BC 700 BC 700 മുതൽ തന്നെ എന്തുണ്ട്, ഇത് നിലവിലുണ്ട് എന്നർത്ഥം. ഇതിൽ പഠിപ്പിച്ച വിഷയങ്ങൾ ആയുർവേദം, സൈനികതന്ത്രം, വേദങ്ങൾ, ജ്യോതിശാസ്ത്രം, വാണിജ്യകലകൾ പറഞ്ഞ വിഷയങ്ങളൊക്കെയാണ് ഇതിൽ പഠിപ്പിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ മറ്റ് പല രാജ്യങ്ങൾക്കും മാതൃകയാകുന്ന രൂപത്തിൽ തന്നെ വിദ്യാഭ്യാസ സമ്പ്രദായവും ഇതേപോലെ ആയുർവേദവും ജ്യോതിശാസ്ത്രവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ പഠിപ്പിച്ചിരുന്നത്, പഠിക്കാൻ വേണ്ടി പുറത്തുനിന്ന് പോലും ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തികൾ ചാണക്യനാണ്, കൗടില്യൻ എന്നറിയപ്പെടും, ചരകൻ, ആയുർവേദാചാര്യനായ ചരകൻ, പാണിനി, ഇവരൊക്കെ ഈ തക്ഷശിലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പുരാതന യൂണിവേഴ്സിറ്റിയാണ് തക്ഷശില. നളന്ദ സർവകലാശാലയുണ്ട്. ഇതിൻ്റെ സ്ഥാനം വരുന്നത് ഇന്നത്തെ ബീഹാറിലാണ്. ലോകത്തിൽ തന്നെ ആദ്യത്തെ വലിയ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റികളൊന്നാണ്
നളന്ദ യൂണിവേഴ്സിറ്റി. റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമുള്ള യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഗുപ്ത രാജാവിൻ്റെ കാലത്താണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത്. പുറത്തുനിന്ന് പോലും, അതായത് ചൈന, കൊറിയ, തിബത്ത് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ട് 10,000-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങൾ പോലും നമ്മുടെ രാജ്യത്തെ പുരാതനമായ കാലത്ത് ആശ്രയിച്ചിരുന്നു എന്നതിന് തെളിവുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ, മഹായാന ബുദ്ധമതം. ബുദ്ധമതം പിന്നീട് കുറച്ച് കഴിയുമ്പോൾ രണ്ടായിട്ട് മാറുന്നുണ്ട്, 2 or 4 ആയി മാറുന്നുണ്ട്. അതിൽ മഹായാന ബുദ്ധമതം, ദെൻ ഫിലോസഫി, തത്വചിന്ത, യുക്തിശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഇത്രയും വിഷയങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തിയിരുന്നു, പഠിപ്പിച്ചിരുന്നു എന്ന് കാണാൻ പറ്റും. ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആര്യഭട്ടൻ, നാഗാർജുനൻ തുടങ്ങിയ പ്രശസ്ത ഗണിതശാസ്ത്ര പ്രതിഭകൾ ഇവിടെ സേവനം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ, ഗണിതശാസ്ത്രത്തിൽ പല രാജ്യങ്ങളും അവരവരുടേതായ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയും എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടുത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനും ഈ മാത്സ് സയൻസിലും ഉണ്ട്. മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് വിക്രമശില സർവകലാശാല. ഇത് ബീഹാർ തന്നെയാണ്, ബഗൽപൂർ ജില്ലയിലാണുള്ളത്. പിന്നെ പാല രാജവംശത്തിലെ രാജാവായ ധർമ്മപാലൻ ആണ് ഇത് നിർമ്മിക്കുന്നത്. അത് 8-ാം നൂറ്റാണ്ടിലാണ്. നളന്ദയ്ക്ക് ഒരു ബദൽ വിജ്ഞാന കേന്ദ്രമായിട്ടാണ് ഇത് വളർന്നു വന്നത്. ഇവിടെ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ വരുന്നത് വജ്രയാന ബുദ്ധമതം, തന്ത്രവിദ്യാഭ്യാസം, തത്വചിന്ത, വ്യാകരണം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്, ഈ യൂണിവേഴ്സിറ്റി കൈകാര്യം ചെയ്തത്. തിബത്തുമായിട്ട് ശക്തമായ ബന്ധം പുലർത്തിയിരുന്ന ഇവിടെ പല പണ്ഡിതന്മാരും തിബത്തിലേക്ക് ബുദ്ധമത ഗ്രന്ഥങ്ങൾ മൊഴിമാറ്റം ചെയ്യാൻ പോയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് അങ്ങോട്ടും പോയിട്ടുണ്ട്. ഏറ്റവും നല്ല ബുദ്ധമതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അന്ന് ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ തന്നെയായിരുന്നു. ഇന്ത്യയിൽ ബുദ്ധമതത്തെക്കുറിച്ച് പഠിക്കാൻ പോലും പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. വല്ലഭി സർവകലാശാല, ഇത് ഗുജറാത്തിലെ സൗരാഷ്ട്രയിലാണ്. മൈത്രക രാജവംശത്തിൻ്റെ കാലത്ത്, അതായത് 6-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി ശ്രദ്ധാകേന്ദ്രമാകുന്നത്, സ്ഥാപിക്കപ്പെടുന്നത്. ഇതിൽ പൊളിറ്റിക്സും ഭരണതന്ത്രം, സാഹിത്യം, ജൈനമതം, നിയമം മുതലായ കാര്യങ്ങളൊക്കെ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, പഠന വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു. അത്തരം യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഇന്ത്യയിൽ, പുരാതനമായ ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം പ്രൊഡ്യൂസ്ഡ് ഗ്രേറ്റ് സ്കോളേഴ്സ് ഇൻക്ലൂഡിങ്. നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും കൂടെ പറഞ്ഞിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ചരക, സുശ്രുത, ആര്യഭട്ട, വരാഹ മിഹിര, ഭാസ്കരാചാര്യ, ബ്രഹ്മഗുപ്ത, ചാണക്യ, ഇതിൽ കുറേ പേരൊക്കെ നമുക്ക് പരിചയമുള്ളത് തന്നെയാണ്, നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്. ചക്രപാണി ദത്ത, മാധവ, പാനിനി, പതഞ്ജലി, നാഗാർജുന, ഗൗതമ, പിംഗാല, ശങ്കർദേവ്, അങ്ങനെ കുറച്ച് പേരെ നമ്മളിവിടെ പരിചയപ്പെടുന്നുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇവർ ആരൊക്കെയാണെന്ന് ഇങ്ങനെയൊന്ന് ജസ്റ്റ് പേര് മാത്രം പറഞ്ഞു പോയിട്ടുള്ളൂ. നമുക്കിതിൽ പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തിത്വങ്ങൾ, അവർ എന്തുമായി ബന്ധപ്പെട്ടതാണെന്നും കൂടെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെട്ടിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം, പുരാതനമായ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദ സ്കോളേഴ്സ് made seminal contribution to the world knowledge field such as mathematics, astronomy, metallurgy, then മെഡിക്കൽ സയൻസ് എക്സെട്ര. ഇവരൊക്കെ ഈ ഏരിയയിലേക്ക് സേവനം നൽകിയവരാണ്, അല്ലെങ്കിൽ പഠനം നടത്തിയതാണ്, അവരുടേതായ കോൺട്രിബ്യൂഷൻ നടത്തിയ ആൾക്കാരാണ്.
ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ചരകൻ, അവരുടെ ഒരു മേഖല വരുന്നത് ആയുർവേദവും വൈദ്യശാസ്ത്രമാണ്. ഇതിനെക്കുറിച്ച് ധാരാളം പഠനം നടത്തുകയും ബുക്ക് എഴുതുകയൊക്കെ ചെയ്ത വ്യക്തിയാണ്. ചരക സംഹിത എന്ന ബുക്കാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആയുർവേദ ശാഖയിലെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അടിത്തറയായിട്ടുള്ള ഒരു ബുക്കാണ് ചരക സംഹിത. അത് എഴുതിയിട്ടുള്ളത് ചരകനാണ്. നമുക്കറിയാലോ, ആയുർവേദം ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. അതിൻ്റെ ഉത്ഭവം വരുന്നത് നമ്മുടെ രാജ്യത്തു നിന്നാണെന്ന് ശരിക്കും നമുക്കൊരു അഭിമാനമാണ്. സുശ്രുതൻ ശസ്ത്രക്രിയ, അതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയ ആളാണ്. ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്, സുശ്രുതൻ. നമ്മൾ മെഡിക്കൽ രംഗത്തും ഇന്ത്യ എത്രമാത്രം മുന്നിലായിരുന്നു എന്ന് ജസ്റ്റ് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. സുശ്രുത സംഹിത എന്ന ഗ്രന്ഥത്തിലൂടെ പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയാ രീതികൾ അദ്ദേഹം അന്ന് വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ്. മറ്റൊരു വ്യക്തി ആര്യഭട്ടനാണ്. അദ്ദേഹം ജ്യോതിശാസ്ത്രവും ഗണിതവുമായി ബന്ധപ്പെട്ട ആളാണ്. അതായത് പൂജ്യത്തിൻ്റെ ഉപയോഗം, പൈ അറിയാലോ, പൈ ആർ സ്ക്വയർ ഒക്കെ, അതിലെ പൈയുടെ മൂല്യം ഇവ കണ്ടെത്തിയത് ആര്യഭട്ടനാണ്. ചാണക്യനുണ്ട്. ചാണക്യൻ നമ്മൾ കൗടില്യൻ എന്ന് അറിയപ്പെടും. എക്കണോമിക്സിൽ ഒരു മഹാപണ്ഡിതനായിരുന്നു ചാണക്യൻ. അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രം ലോകത്ത് തന്നെ ശ്രദ്ധയാകർഷിച്ച ഒരു ബുക്കാണ്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് പിന്നിലെ പ്രധാന വ്യക്തി ചാണക്യനായിരുന്നു. തിരുവള്ളുവർ, അദ്ദേഹം ധാർമ്മിക സാഹിത്യം, തത്വചിന്ത ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. തമിഴിലാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ഉള്ളത്. തമിഴ് സാഹിത്യത്തിൽ നമുക്കറിയാം, തമിഴ് വളരെ പുരാതനമായൊരു ലാംഗ്വേജാണ്. തമിഴ് സാഹിത്യത്തിലെ മഹത്തായ നീതിബോധ ഗ്രന്ഥമായ തിരുക്കുറൾ അദ്ദേഹം രചിച്ചു. തിരുക്കുറളിൽ ഈ പറഞ്ഞ പോലെ ജീവിത മൂല്യങ്ങൾക്കുള്ള ഉപദേശങ്ങൾ അത് ഒരു കവിതാ രൂപത്തിലോ ശ്ലോകങ്ങളുടെ രൂപത്തിലോ ഒക്കെ എഴുതി വെച്ചിട്ട് സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ് തിരുവള്ളുവർ എന്ന് പറയുന്ന ആൾ. ഇത്രയും പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അവരുടെ ജസ്റ്റ് കോൺട്രിബ്യൂഷൻ ഒന്ന് ജസ്റ്റ് ഇതെന്നുള്ള മനസ്സിലാക്കി വെക്കുക. conceptual framework, the trilateral foundation of Indian knowledge system. Indian knowledge system represent a unique and comprehensive structure of accumulated learning and experience spanning millennia. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയായിരുന്നു. It is not merely a collection of historical artifacts or scriptures, but an active integrated tradition designed the welfare of all being, sarvalokahita, and the adherence to sustainable principles. ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നതിനപ്പുറത്ത് നമ്മൾ ഒരു സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും ടച്ച് ചെയ്യുന്ന രൂപത്തിൽ, അതായത് അതിൽ പറയാത്ത വിഷയങ്ങളില്ല, അങ്ങനെയുള്ളൊരു സിസ്റ്റമായിരുന്നു. അതിന് അതിൻ്റെ കൺസെപ്റ്റിൽ നമുക്കിങ്ങനെ 3 കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. ഞാൻ, വിജ്ഞാൻ, വിശേഷജ്ഞാന എന്ന് പറയും. ദെൻ ജീവൻ ദർശൻ, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ആ ഒരു 3 കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഞാൻ നമുക്കറിയാം നോളജാണ്. ദ അക്യുമുലേറ്റഡ് ടെക്സ്റ്റൽ ആൻഡ് ഓറൽ ട്രഡീഷൻസ്, കുറേ ടെക്സ്റ്റുകൾ നമുക്ക് അവൈലബിളായി, കുറേ എഴുത്തുകൾ, അതേപോലെ വാമൊഴിയായിട്ട് വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇതെല്ലാം നോളജാണ്. വിശേഷജ്ഞാനം ഉണ്ട്, അതായത് ശാസ്ത്രമുണ്ട്, സയൻസ്.
സയൻസിൻ്റെ പ്രത്യേകത തെളിവ് സഹിതം പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ദ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് നോളേജ്. ഈ പറഞ്ഞ നോളേജുകളെയൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിച്ച് കഴിഞ്ഞാൽ അത് സയൻസായി മാറും. ആ ഒരു സിസ്റ്റം നമുക്കുണ്ടായിരുന്നു. ജീവൻ ദർശൻ. അപ്പോൾ ഈ സയൻസും നോളജും മാത്രം മതിയാവില്ല ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് സ്വസ്ഥമായി ജീവിക്കാൻ. അവിടെ എന്തും വേണം, ജീവൻ ദർശൻ വേണം, ഫിലോസഫി ഓഫ് ലൈഫ്, എങ്ങനെ ജീവിക്കണം, ദ എത്തിക്കൽ ആൻഡ് മോറൽ പ്രിൻസിപ്പിൾസ് ഗൈഡിങ് ദ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നോളേജ്. നമുക്കറിയുന്ന അറിവ് പ്രായോഗികമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതവും കൂടെ നന്നാവണം. അപ്പോൾ അതിനെക്കുറിച്ചുമുള്ള ബുക്കുകളും കാര്യങ്ങളും അവൈലബിൾ ആയിരുന്നു. ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം നമ്മൾ നോക്കുമ്പോൾ വേദങ്ങളും വേദാംഗാസും നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യണം. അപ്പം എന്താണ് വേദാസ്? ഹിസ്റ്റോറിക്കൽ കണ്ടെക്സ്റ്റ് ഓഫ് ദി വേദാസ്. The word Veda derived from the Sanskrit root with means to know, signifies the authoritative and foundational knowledge. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ നോളജിൻ്റെ അടിസ്ഥാനം വേദങ്ങളിൽ നിന്നാണ്. The Vedas constitute the oldest textual foundation and are considered the earliest records of ancient Indo-Aryan culture in the Indian subcontinent. നമ്മൾ ഇന്ത്യയിൽ കണ്ട ഏറ്റവും പുരാതനമായ ഏറ്റവും പഴയ ടെക്സ്റ്റൽ ഫൗണ്ടേഷനാണ്, എഴുത്താണ് എന്ത് വേദങ്ങൾ എന്ന് പറയുന്നത്. The originating was oral tradition. This knowledge was transmitted across the generation before being systematically employed in Vedic Sanskrit between approximately 1500 and 500 BCE. 1500 BCE, അതായത് ബിഫോർ കോമൺ എറയാണ്. അത്രയും പഴക്കമുള്ള ഓറൽ ട്രഡീഷനാണ്, അതായത് വാമൊഴിയാൽ വന്ന പല കാര്യങ്ങളും തലമുറകൾ വഴി കൈമാറി വന്ന സംഗതിയാണ് വേദാസ് എന്ന് പറയുന്നത്. ദ വേദാസ് കൺസിസ്റ്റ് 4 മേജർ കളക്ഷൻ. അതിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുക 4 മേജർ കളക്ഷൻ comprising hymns, mythological accounts, poems, prayers and etc. religious instructions etc. They remain sacred to the Vedic region and laid a groundwork for subsequent Indian philosophy. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി മലയാളം കൂടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വേദങ്ങൾ എന്ന് പറയുന്നത് സ്തോത്രങ്ങളും ഐതിഹ്യങ്ങളും കവിതകൾ, പ്രാർത്ഥനകൾ, മതപരമായ ചില ഉപദേശങ്ങൾ, ഇവയൊക്കെ ഉൾപ്പെടുന്ന ഒരു ടെക്സ്റ്റാണ്, ഒരു കോമ്പിനേഷൻ ഓഫ് ടെക്സ്റ്റാണ്. അപ്പോൾ ഇതിന് അന്ന് മതത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെട്ടു. വൈദിക മതത്തിൽ വിശുദ്ധമായിട്ട് കരുതപ്പെട്ട ഇവ പിൽക്കാലത്ത് ഭാരതീയ തത്വചിന്തകൾക്ക് അടിത്തറയിടുകയും ചെയ്തു. അപ്പം നമ്മുടെ ഒരു ലൈഫിൻ്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളും എല്ലാം ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെട്ടു എന്ന് കാണാം. അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം, ഏറ്റവും ബേസിക്കിലേക്ക് നമ്മൾ തെരഞ്ഞു പോകുമ്പോൾ വേദങ്ങളിലേക്കാണ് നമ്മൾ എത്തുക. എന്താണ് വേദിക് ലിറ്ററേച്ചർ? വാട്ട് ആർ ദി വേദാസ്? The Vedas are large bodies, religious text composed the Vedic Sanskrit that originated in ancient India. They form the oldest scriptures of Hinduism and represent the oldest layer of Sanskrit literature. ഇത് വേദഗ്രന്ഥങ്ങളാണെങ്കിലും ഇതിലൊരു ലിറ്ററേച്ചറിൻ്റെ സ്വാധീനം കാണും. ഇപ്പോൾ രാമായണമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും കഥകളിലൂടെയും മറ്റും ആളുകൾ ഉപദേശിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ലിറ്ററേച്ചറാണ് എന്ന് പറയാം. അതിൽ the Vedas are said to be
ഹാവ് ബീൻ പാസ്ഡ് ഡൗൺ ത്രൂ വെർബൽ ട്രാൻസ്മിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വെർബൽ ട്രാൻസ്മിഷനിലൂടെയാണ്, അതായത് വാമൊഴിയാൽ വന്ന് കൈമാറി വന്നതാണെന്നും പറയാം. 4 വേദാസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും 4 വേദാസ് ആണുള്ളത്. ഒന്ന് ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ഈ 4 വേദങ്ങളും 4 കണ്ടക്സ്റ്റിലാണുള്ളത്, അല്ലെങ്കിൽ 4 കാര്യങ്ങളാണ് നമ്മൾ ഉപദേശിക്കുന്നത്. 4 രീതിയിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ 4 മേഖലകളെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ 4 വേദങ്ങളും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 4 വേദാസ്. ഋഗ്വേദം ഏറ്റവും ഓൾഡസ്റ്റ് ആണ്, ദ ഓൾഡസ്റ്റ് ഓഫ് ദ 4 വേദാസ്. ഇറ്റ് കണ്ടെയ്ൻസ് ഓവർ 1000 ഹിംസ്, അതായത് സൂക്താസ്, ഡെഡിക്കേറ്റഡ് ടു വേരിയസ് ഡൈറ്റീസ് ആൻഡ് കോസ്മിക് പവേഴ്സ്. ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്ന 1000 സൂക്തങ്ങൾ ഉൾപ്പെടുന്നതാണ് ഋഗ്വേദ. യജുർവേദ ഉണ്ട്, the Veda of ritual and sacrifice. It provides step-by-step prose, mantras and guidelines for the priest performing religious ceremonies. യജുർവേദത്തിൽ ഉപദേശങ്ങളല്ല, കുറച്ച് മന്ത്രങ്ങളാണ്. അതായത് യാഗങ്ങളും ആചാരങ്ങളും നടത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് മന്ത്രങ്ങൾ ഉൾപ്പെടുന്നതാണ്, മന്ത്രങ്ങളെ കുറിച്ച് പറയുന്നതാണ് യജുർവേദ എന്ന് പറയുന്നത്. സാമവേദം, the Vedas of melodies and chants, consists mainly Rigveda hymns, set of musical notes, and serves foundation of Indian classical music. സാമവേദ സംഗീതവുമായി ബന്ധപ്പെട്ടതാണ്. സംഗീതത്തിൻ്റെയും ഗാനങ്ങളുടെയും വേദമാണ്. ഋഗ്വേദത്തിലെ മന്ത്രങ്ങളെ സംഗീതാത്മകമായി ആലപിക്കുന്ന രീതിയാണ് ഇതിലുള്ളത്. നമ്മുടെ ഇന്ത്യൻ സംഗീതത്തിൻ്റെ തന്നെ, ഭാരതീയ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് സാമവേദം കണക്കാക്കുന്നു. അഥർവവേദം, ഇതിൽ ദ വേദ ഓഫ് ഡെയിലി ലൈഫ്, വെൽനെസ് ആൻഡ് പ്രാക്ടിക്കൽ വിസ്ഡം, നമ്മളിപ്പോൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് പറയുന്ന. It contains hymns, spells, prayers and health, medicine, protection and social duties. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഔഷധങ്ങളെക്കുറിച്ചും എല്ലാം വിശദീകരിക്കുന്ന ഒരു വേദമാണ് അഥർവവേദം. അപ്പോൾ പ്രധാനപ്പെട്ട നമുക്ക് 4 വേദങ്ങളാണ് പഠിക്കാനുള്ളത്. 4 വേദങ്ങളുടെ പേര് നോട്ട് ചെയ്യാം, നന്നായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. Then the Vedangas. The Vedangas translated the limbs of the Vedas. വേദഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിനാണ് വേദാംഗാസ് എന്ന് പറയുന്നത്. അതിൽ 6 essential auxiliary disciplines created to ensure the accurate preservation, interpretation and application complex Vedic text. 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ വിശദീകരിക്കുന്നത്. The 6 disciplines of the Vedangas are characterized by the systematic and technical nature. വേദാംഗാസിൽ വിശദീകരിക്കുന്നത് 6 കാര്യങ്ങളാണ്. ഒന്ന് ശിക്ഷ, അതായത് ഫോണറ്റിക്സ്. വ്യാകരണ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പല വേദഗ്രന്ഥങ്ങളും നമുക്കത് യൂസ്ഫുൾ ആവണമെങ്കിൽ, അതിനെ വായിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും അത് ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ അനുബന്ധ കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഈ പഠനശാഖ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഫോണറ്റിക്സ് നമുക്കറിയാലോ, ലാംഗ്വേജുമായി ബന്ധപ്പെട്ടതാണ്. വ്യാകരണ, ഗ്രാമർ.
ഛാന്തസ് അതായത് സൈക്കോളജി, ദെൻ നിരുക്ത എറ്റിമോളജി, ജ്യോതിഷ ആസ്ട്രോണമി, കൽപ്പ റിച്വൽസ്. ഈ 6 കാര്യങ്ങൾ വേദാംഗാസിൽ വരുന്നതാണ്. നമുക്ക് ആൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയുന്നത് തന്നെയാണ് ഗുരുകുൽ സിസ്റ്റം. Character and holistic development, the Gurukul model, dating back to the Vedic period, approximately 1500 BCE. 500-1500 BCE കാലഘട്ടങ്ങളിലൊക്കെ ഗുരുകുൽ സിസ്റ്റം ആയിരുന്നു. അന്ന് തന്നെ നമ്മളിവിടെ എഡ്യൂക്കേഷണലായിട്ട് ഗുരുകുൽ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു റെസിഡൻഷ്യൽ സിസ്റ്റം ആയിരുന്നു. ഒരു വിശുദ്ധമായ സ്ഥലത്ത് എന്ത് ചെയ്യുക, ഒന്നിച്ചിരിക്കുക, എന്നിട്ട് ഒരു ടീച്ചർ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരു ഗുരുകുൽ സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതിൽ ക്ലാസ് എടുക്കുന്ന ആൾ ആചാര്യ അല്ലെങ്കിൽ ഗുരു എന്നാണ് നമ്മൾ പറയുക. ശിഷ്യന്മാരുണ്ടാകും, ദ സ്റ്റുഡൻസ്. ദെൻ ഒരു പ്ലേസ് ഉണ്ടാകും, അതിന് ആശ്രം എന്ന് പറയും. ആശ്രമങ്ങൾ അത് വളരെ കാംഫുൾ ആയിട്ടുള്ള, വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസ് ആയിരിക്കും തിരഞ്ഞെടുക്കുക. അങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഗുരുകുൽ സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ ഗുരുകുൽ സിസ്റ്റത്തിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹയർ ലേണിംഗ്, സ്കെയിലിംഗ് ആൻഡ് സ്പെഷ്യലൈസേഷൻ വരുന്നു. അവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട യൂണിവേഴ്സിറ്റികൾ വരുന്നത്. ഇതിൽ 2 യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, തക്ഷശിലയും നളന്ദയും. ഇതിൻ്റെ 2ൻ്റെയും ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ജസ്റ്റ് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. യൂണിവേഴ്സിറ്റിനെ കുറിച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു പോയൊരു വ്യക്തിയാണ് തിരുക്കുറൾ എന്ന് പറയുന്നത്. തിരുക്കുറൾ, ദ തിരുക്കുറൾ, എ ക്ലാസിക് തമിഴ് ലാംഗ്വേജ് ടെക്സ്റ്റ്, ഈസ് റിഗാർഡഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വർക്ക് ഓഫ് എത്തിക്സ് ആൻഡ് മൊറാലിറ്റി ഇൻ ദി വേൾഡ്. ലോകത്തിൽ തന്നെ എത്തിക്സിനെ കുറിച്ചും മൊറാലിറ്റിനെ കുറിച്ചും എഴുത്തുകളിലൂടെ നമ്മളോട് സംവദിച്ച ഒരു കൃതിയാണ് തിരുക്കുറൾ എന്ന് പറയുന്നത്. തിരുക്കുറളെന്നോ കുറളെന്നോ ഇതിനെ പറയാം. ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഇത്. ഇതിന്റെ കാലഘട്ടം BCE 300 ആണ്. ഇതിൽ കുറച്ചു എന്താ പറയുക, 7 വാക്കുകളുള്ള 1333 ചെറിയ ഈരടികൾ, അതായത് ഇതിനെ കുറളുകൾ എന്ന് തന്നെയാണ് പറയുക, ചേർത്തിട്ടാണ് ഇതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് മതേതരത്വവും അതോടൊപ്പം സദാചാരമായിട്ട് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കുറേ കാര്യങ്ങളും ഒരു പാട്ട് രൂപത്തിൽ, കവിത രൂപത്തിൽ നമ്മളോട് സംവദിക്കുകയാണ് അല്ലെങ്കിൽ പറയുകയാണ്. തമിഴിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പുരാതനമായിട്ട് ഉള്ള ഒരു ലാംഗ്വേജ് ആണ് തമിഴ്. ഇതിനെ തമിഴ് വേദം എന്നും പറയാറുണ്ട്. മറ്റൊരു ടോപ്പിക്കാണ് സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് അറം, പൊരുൾ ആൻഡ് ഇമ്പം. പഴയ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന 3 വാക്കാണ് അറം, പൊരുൾ ആൻഡ് ഇമ്പം. ഇത് കൃതികളാണ്. സദ്ഗുണം, സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം, വൈകാരിക സൗഖ്യം, ഇവയെ ഈ ഒരു 3 ഘടകങ്ങളിൽ മനുഷ്യന്മാരുടെ ജീവിതം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനെ വിശദീകരിക്കുന്ന കുറച്ച് കൃതികളാണ്, ഈ 3 കൃതിയാണ് അറം, പൊരുൾ, ഇമ്പം എന്ന് പറയുന്നത്. എന്താണ് അറം? അറം എന്നത് നമ്മുടെ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാ. അതായത് നമ്മൾ ഫിസിക്കലായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളും നമ്മുടെ ധാർമ്മിക അടിത്തറയും ഇതെല്ലാം അതിൽ വിശദീകരിക്കുന്നു. നമ്മുടെ ഒരു ഇന്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് ജീവിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്.
അത് കർമ്മം ചെയ്യുകയും മോക്ഷം കിട്ടുകയൊക്കെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണോ ജീവിക്കേണ്ടത്, എന്തൊക്കെ സ്വഭാവങ്ങൾ കാണിക്കണം എന്നൊക്കെ പറയുന്ന ഒരു റൈറ്റിങ്സ് ആണ് അറം എന്ന് പറയുന്നത്. ഒരു വ്യക്തി നന്നായിട്ട് ജീവിക്കാൻ ആവശ്യമായ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നു. പൊരുൾ എന്ന് പറയുന്നത് വെൽത്ത്, അർത്ഥ ഓർ സ്റ്റേറ്റ് ക്രാഫ്റ്റ് ആണ്. വെൽത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട, അർത്ഥ എന്ന് പറയുമ്പോഴും സമ്പത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ഒരു രാജ്യത്തെ എങ്ങനെ സാമ്പത്തികമായിട്ട് നമ്മൾ വ്യക്തിയുടെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ാണ് ഇമ്പം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയാനുള്ളത്. അപ്പോൾ ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കിയാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. താങ്ക് യു.